വർഷങ്ങൾക്ക് ശേഷം മന്നം ജയന്തി ആഘോഷ പരിപാടികളിലും ചെന്നിത്തല പങ്കെടുക്കുകയാണ്. നാളെ പെരുന്നയിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 148ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. എം രാഗേഷ് നമുക്കൊപ്പം. എം രാഗേഷ്, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മന്നം ജയന്തി ആഘോഷത്തിന് തുടക്കമാകുമ്പോൾ 11 വർഷത്തെ മഞ്ഞുരുകി അവിടേക്ക് രമേശ് ചെന്നിത്തല NSS പെരുന്ന ആസ്ഥാനത്തിന്റെ വാതിലുകളിലൂടെ കടന്നുവരുന്നു, സമാധി സ്ഥലത്തേക്ക് എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ദൃശ്യമായി കൂടി മാറുകയല്ലേ? ഹാപ്പി ന്യൂ ഇയർ സുജയ പറഞ്ഞതുപോലെ തന്നെയാണ് NSS ആസ്ഥാനത്തേക്കുള്ള ചെന്നിത്തലയുടെ മടങ്ങി വരവ് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള ചെന്നിത്തലയുടെ ശക്തി പ്രകടനം കൂടെയായി മാറും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്. കാരണം 11 വർഷമായി 2013 താക്കോൽ സ്ഥാനത്ത് രമേശ് ചെന്നിത്തലയെ പ്രതിഷ്ഠിക്കണമെന്നുള്ള സുകുമാരൻ നായരുടെ ശക്തമായ ആവശ്യവും നിരന്തരമുള്ള പ്രസംഗങ്ങളും എല്ലാം തന്നെ വാർത്തകളായതാണ്. അതേസമയം തന്നെ അത്തരമൊരു പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥയ്ക്ക് ശേഷം പിന്നീട് രമേശ് ചെന്നിത്തലയുമായി NSS അത്ര സുഖത്തിലായിരുന്നില്ല. എന്നാൽ വീണ്ടും മന്നം ജയന്തി ആഘോഷങ്ങളിലേക്ക് രമേശ് ചെന്നിത്തല കടന്നു വരുന്നതോടുകൂടി അത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ചില മാറ്റങ്ങൾക്കുള്ള സൂചനകളാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ. പ്രത്യേകിച്ച് SNDPയുമായി രമേശ് ചെന്നിത്തല അടുക്കുന്നു. വെള്ളാപ്പള്ളി ഏറ്റവും ഉത്തമനായ മുഖ്യമന്ത്രിയാവാനുള്ള ഒരാളായി രമേശ് ചെന്നിത്തലയെ ചൂണ്ടിക്കാണിക്കുന്നു. അതോടൊപ്പം തന്നെ VD സതീശന് അഹങ്കാരമാണെന്ന് തുറന്നു പറയുന്നു. ഇത്തരത്തിലുള്ള ചില സൂചനകൾക്ക് ശേഷമാണ് NSSനും അഭിമതനായിട്ടുള്ള രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്തേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. ഇന്നിപ്പോൾ മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. രാവിലെ തന്നെ പ്രാർത്ഥനയും പുഷ്പാർച്ചനയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇന്ന് നായർ സമുദായത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ യോഗമാണ് നടക്കുന്നത്. ഇത് വളരെ രഹസ്യ സ്വഭാവത്തിലാണ് നടക്കുന്നത്. മാധ്യമങ്ങൾക്കൊന്നും തന്നെ പ്രവേശനമില്ല. നാളെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പൊതുസമ്മേളനം നടക്കുന്നത്. ഈ പൊതുസമ്മേളനത്തിലെ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം, ഒപ്പം തന്നെ സുകുമാരൻ നായർ മാധ്യമങ്ങളുമായി സംസാരിച്ചിട്ട് ഏറെ നാളായി, അദ്ദേഹത്തിന്റെ പ്രസംഗം, ഇവയെല്ലാം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും രമേശ് ചെന്നിത്തലയുടെ ഈ മടങ്ങി വരവ് അത് എത്രമാത്രമായിരിക്കും, പ്രത്യേകിച്ച് NSS, SNDP, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഷ്കർ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ സമസ്ത, എല്ലാ തരത്തിലുള്ള സമുദായ സംഘടനകളെയും ഒത്തൊരുമിപ്പിക്കുന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലേക്കുള്ള കടന്നുവരവ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ കോൺഗ്രസിന്റെ തലപ്പത്തിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ താക്കോൽ സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല കടന്നു വരാനുള്ള തയ്യാറെടുപ്പുകളാണോ എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സുജയ. ഓക്കെ, എം രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. മന്നം ജയന്തി ആഘോഷത്തിന് പെരുന്നയിൽ തുടക്കമായിരിക്കുകയാണ്. മന്നത്ത് പത്മനാഭന്റെ സമാധി മണ്ഡപത്തിലേക്ക് ആളുകൾ പുഷ്പാർച്ചനയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാന സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ അതിൽ രമേശ് ചെന്നിത്തല എന്താണ് പറയുക എന്നതറിയാനാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്.